ഹായ്, എന്താ പരിപാടി? എനിക്കൊരു പെണ്ണിനെ വേണം. റീൽസിലുള്ള ഏതെങ്കിലും ഒരു പെണ്ണിനെ വേണം കല്യാണം കഴിക്കേ. ഒരുപാടുണ്ട്. അവളുടെ വീട് എവിടെയാണെന്നറിയോ? അതെനിക്കറിയാം. എന്നാ പിന്നെ വണ്ടിയിലോട്ട് കയറി. കലിപ്പിലാണല്ലോ. എനിക്ക് ആരോടും കലിപ്പൊന്നുമില്ല. എന്നാ പിന്നെ എന്തെങ്കിലും പറ. തന്റെ തന്തയ്ക്ക് പറഞ്ഞാലാ മതിയാ? എന്തെങ്കിലുമൊക്കെ പറഞ്ഞാ മതിയോ? പോടാ പട്ടി. ഒരു കാടളകി വരുന്നുണ്ടല്ലോ. ഇതേതാണ് ഈ വെസ്റ്റ് ഇൻഡീസിന്റെ കളിക്കാൻ കാട്ടിലൊറ്റ കേൾക്കണത്? ഇതെന്താടാ ശവപ്പെട്ടിന്ന് എണീറ്റ് വന്നത്? ആരും പൂജിക്കുന്ന ചന്ദന പൊട്ടിട്ട് കാത്ത കറുമ്പനല്ലേ. ആര്? ഈ കൊടക്കമ്പിയ കളിക്കല്ലേ? അവൾ എന്റെ പെണ്ണ്. അതെങ്ങനെ? അതിന് അവള് നിന്റെ പെണ്ണാണെന്ന് നിന്നോടാരോടാ പറഞ്ഞു? കാലത്തെ ആരാത് എന്നോട് പറഞ്ഞു? മുത്തുപട്ടർ ദേവേന്ദ്രന്റെ അച്ഛൻ. അതവൻ പറഞ്ഞാ മതി ചേട്ടാ. നിനക്ക് ഈ കാട്ടുപോക്കാനല്ലാതെ വേറെ ആരെയും കിട്ടിയില്ലോടി? കറിയൊക്കെ വെക്കൂ, മീൻ മുറിക്കൂ, അടിച്ചരി തുടയ്ക്കൂ. ഒരു പെണ്ണുണ്ട് എന്റെ സ്നാപയോ കല്യാണം എന്ന നാടകത്തിൽ നായികയായിട്ട് അഭിനയിച്ചൊരു പെണ്ണുണ്ട്. ആണോ? നല്ല ബെസ്റ്റ് പെണ്ണാന്ന ഞാൻ കണ്ടിട്ടുണ്ട്. നിന്നെ ആർക്ക് വേണം? മുമ്പിലെങ്ങാനും വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പു. അയ്യേ, ഇതാണ് നീ പറഞ്ഞ ബെസ്റ്റ് പെണ്ണ്. പുളു അടിക്കുന്നതിനും സോറി സോറി. ഈ പെണ്ണിന്റെ പുറകെ നടക്കുവോ? മുമ്പിൽ നടക്കുവോ? അപ്പൊ ഇങ്ങനെയൊക്കെ കരാൻ നിനക്ക് അറിയാതെ. പിന്നെ തിരുമ്പിയത് ആറിയിട്ട് എടുത്തുണ്ടാക്കൂ. എനിക്ക് ഗവൺമെന്റ് ജോലിയൊന്നുമില്ല. പോസ്റ്റ്മാൻ ജോർജിന്റെ ഇടൽ മകളിന്റെയോ? അവളെ നമുക്കൊന്ന് ആലോചിച്ചാലോ? അവളല്ലേ സെന്റ് ജോർജ് ബസ്സിലെ കിളിയുടെ കൂടെ ഒളിച്ചോടി പോയത്? അതിന്റെ പിറ്റേ ദിവസം തന്നെ അവളെ തിരിച്ചു വന്നിടിയോ? അന്നാ കുഴപ്പമുണ്ടാവില്ല. നിങ്ങൾ മരിച്ചാൽ എന്ത് സംഭവിക്കും? എന്നെ സ്നേഹിച്ചവർ 2 ദിവസം കരയും. പിന്നെ മരിച്ച വീട്ടിലിപ്പോ ഇങ്ങനെ തിരിച്ചോണ്ടിരിക്കണോ? എന്നെ അറിയാവുന്നവർ ഒരു ദിവസം സ്റ്റാറ്റസ് ഇട്ട് എന്നെ മാറും. അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ പിന്നെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ബന്ധപ്പെടണം. പെൺകുട്ടി 10 മാറ്റ നല്ല കുട്ടിയാന്നേ. എനിക്ക് വേണ്ടതോ തന്നെ. നിങ്ങളൊന്ന് ആലോചിക്ക്. ആരാണവൻ? കറക്റ്റ് 2 പ്രാവശ്യം പറയണം. ആരാണവൾ? കൊറേ നാള് കാണാണ്ടായപ്പോ ഞാൻ കരുതി ശല്യം തീർന്നു. എന്ത് ചെയ്യാൻ, മിസ്സായി പോയെന്നെ. എനിക്ക് ഗവൺമെന്റ് ജോലിയൊന്നുമില്ല. എന്നെ പോലെ ഒരാൾ മതിയാവോ? ഈ കല്യാണം നമ്മൾ ഉറപ്പിച്ചിരിക്കുന്നു. ഈ കല്യാണം ഇന്ന് നടക്കില്ല. അപ്പൊ നമുക്കൊരു 4 അടി കുഴിയെടുക്കണം. ഓമ്പി ഇവന്റെ കാലൊടിയാത്ത ഭാഗ്യം. അത് പോട്ട്. കാലിന്റെ ഇടയിൽ ഇരിക്കുന്ന സ്കൂട്ടറാ, റോക്കറ്റ് അല്ല. വേറെ ആരും കാണുന്നുണ്ടോ? അമ്മമാരുടെ കണ്ണിലുണ്ടി അത് നമ്മൾ ആൺകുട്ടികളായിരിക്കും. പക്ഷെ അച്ഛന്മാരുടെ പൊന്നോമനെന്ന് പറയുന്നത് അത് പെൺകുട്ടികൾ. അവനെടുത്ത് വണ്ടിയിൽ ഇങ്ങോട്ടും ഒരാൾക്ക് വേണ്ടി മനസ്സ് വേദനിച്ച് കണ്ണു നിറഞ്ഞ ഒരിക്കലും ആ കണ്ണിനോട് ചോദിക്കരുത്. ആ കാര്യം ഞാൻ ഏറ്റി. കാരണം 1000 പേരെ കണ്ണ് കാണിച്ചെന്ന് ഇല്ല മനസ്സിൽ കൊണ്ടു നടന്നത് നമ്മളെ മനസ്സിലാക്കാത്ത ഒരാൾ. മനസ്സിലായോ? ഇല്ല. എനിക്കൊന്നും മനസ്സിലായില്ല. നമ്മളൊന്നും വേണ്ട. ഇല്ല മനസ്സിൽ കൊണ്ടു നടന്നത് നമ്മളെ മനസ്സിലാക്കാത്ത ഒരാൾ. എന്താ ശരിയല്ല മാവാ? ശരിയല്ലെന്ന് എടോ, ശരിയല്ലെങ്കിൽ ശരിയെന്ന് പറയണോ? ശരിയാ. അവള് നിന്നെ തേച്ചിട്ട് പോയല്ലേ? അവള് തേച്ചൊന്നുമല്ല, ഞാനായിട്ട് വേണ്ടെന്ന് വെച്ചാൽ. കേൾക്കാൻ നല്ല രസമുണ്ട്. എന്തിന്? നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. അവള് അടിപൊളി പെങ്കുച്ചായിരുന്നടി. ഷീസ് ഫൈൻ. ഷീസ് എ സ്മാർട്ട് ഗേൾ. അവൾ റാങ്ക് ഹോൾഡർ ആണ്. നല്ല സ്മാർട്ട് കുട്ടിയാണ്. മേഴ്സി തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനായിട്ട് എന്തിനാണ് ഒരു പെണ്ണിന്റെ ജീവിതം നശിപ്പിക്കുന്നതെന്ന് ചോദിച്ചു വേണ്ടെന്ന് വെച്ചാൽ. കണ്ടോടി, ഇങ്ങനെ ഒരുത്തനെ നമ്മുടെ കുടുംബങ്ങളിൽ മഷിയിട്ട് നോക്കിയാൽ കാണും. ചോദ്യം ഇതാണ്, ഡ്രൈ ആയിട്ട് അകത്തേക്ക് പോകും, പക്ഷെ നനഞ്ഞുകൊണ്ട്, അതായത് വെറ്റായിട്ട് പുറത്തേക്ക് വരും. അതേതായാലും അധികം ആർക്കും കാണില്ല. കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. വെറ്റായിട്ട് പുറത്തേക്ക് വരും. എങ്കിലത് അറിഞ്ഞിട്ട് അടുത്ത ബസ്സിന് ഞാൻ പോകുന്നുള്ളൂ. അത് പോയ സ്ഥലത്ത് ഇരിക്കും തോറും മുളച്ച് 3 അല വിരിഞ്ഞില്ല. അതിനു മുമ്പ് കേട്ടില്ലേ അവളുടെ? അത് പോയ സ്ഥലത്ത് ഇരിക്കും തോറും അത്
അത് സ്ട്രോങ് ആയിക്കൊണ്ടേയിരിക്കും. ഒരുപാട് വലുതായാലും പാടാന്നേ എടുത്ത് പെരുമാറണ്ടല്ലേ. ആയിക്കൊണ്ടേയിരിക്കും എന്നാണ്. ഉത്തരം കിട്ടാത്ത ചോദ്യം. ബുദ്ധനും ശങ്കരനും ഇതേ ചോദ്യത്തിനുള്ള ഉത്തരമാണ് തേടിയത്. മേഴ്സി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരെണ്ണം കുറവുണ്ട്. ഇല്ല സർ, ഒരെണ്ണം കുറവുണ്ട്. ഈ കല്യാണം ഇന്ന് നടക്കില്ല. കല്യാണം നടക്കൂലേ? എന്തായാലും കല്യാണ പെണ്ണ് വിളിച്ചോടി പോകൂലേ? കാരണമുണ്ട്. ചേട്ടാ, ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. പറഞ്ഞോളൂ, എന്താണെങ്കിലും പറഞ്ഞോളൂ. ഞാൻ 4-5 വർഷമായിട്ട് ഒരു റിലേഷൻഷിപ്പിലാണ്. നീ വിട്ടു, ഇത് എനിക്കുള്ള പണിയാ. ഞാൻ വീഡിയോ കോൾ വിളിക്കാൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ എന്റെ ചാനലിൽ കയറി ഊക്ക് മേടിക്കാനാണ്. വീട്ടുകാർ നിർബന്ധിച്ചിട്ടാണ്. അന്ന് അങ്ങനെ ഒരു പെണ്ണ് കാണാൻ ഞാൻ തയ്യാറായത്. ഡ്രീംസ് ഒക്കെ പോകണേ നമ്മളെ പിള്ളേര് ചെല്ലാനും കണ്ടക്കട ഓടി കാണണ്ട നമുക്ക്. ചേട്ടനായിട്ട് തന്നെ എന്തെങ്കിലും പറഞ്ഞിട്ട് ഈ പ്രപ്പോസലിൽ നിന്ന് ഒഴിഞ്ഞായിരുന്നു. എനിക്ക് കൊച്ചിന്റെ അവസ്ഥ മനസ്സിലാവും. സാരമില്ല, കൊച്ചു പൊയ്ക്കോളൂ. ഇതൊക്കെ എങ്ങനാടാ? നമ്മൾ കുറെ ആഗ്രഹിക്കും, ചിലത് കിട്ടും, ചിലത് കിട്ടുകയില്ല. കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരിക്കലും കിട്ടുകയില്ല. ചെറിയൊരു കാര്യം പറയാനുണ്ട്. ഈ സാധു പെൺകുട്ടികളുടെ കല്യാണം നടത്തുമ്പോ ഈ ചെക്കന്റെ കല്യാണം കൂടിയാണ് നടത്തിയേക്ക്, അല്ലെങ്കിൽ അവന് പെണ്ണ് കിട്ടില്ല. ഹലോ, പറയടാ. എനിക്ക് ഭയങ്കര വിഷമമാടാ. എന്താ നിന്റെ വിഷമം? എന്റെ ബിസ്ക്കറ്റ് ചായക്കകത്ത് നോക്കി ഒടിഞ്ഞു പോയടാ. അയ്യോടാ, ഭയങ്കര ഫീലിങ്സ് ആയി പോയല്ലോ. എനിക്ക് ഭയങ്കര ഫീലിങ്സ് ആയി. இந்த வீடியோ பிடிச்சிருந்துச்சுன்னா கமெண்ட் பண்ணுங்க, ஷேர் பண்ணுங்க. வச்சிரு பல 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 பலன்னு பல பல பல